ഇന്ന് ആടുജീവിതം എന്ന സിനിമ കണ്ടതിൽ ഒരു കുട്ടിയാണ് ഇരിക്കുന്നത്. പേര് ശിവദ. ഞാൻ പരിചയപ്പെടുത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികളുടെ അഭിപ്രായം എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും അഭിപ്രായങ്ങൾ, വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെ പറയുമല്ലോ. കുട്ടികൾക്ക് എന്ത് തോന്നി അവർക്ക് ഈ സിനിമ കണ്ടതെന്ന് അവർ പറയുന്നത്? ഞാൻ സിനിമ കണ്ടിട്ട് നല്ല തോന്നി. ഒരാളനുഭവിച്ച അയാളുടെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല സിനിമയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. സെക്കൻഡ് പാർട്ട് ഒത്തിരി ലാഗായിപ്പോയി. കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. അടുത്ത ഒരു കൊച്ച് മോളുടെ പേര് ശിഖ എന്നാണ്. മോള് സിനിമ കണ്ട കൂട്ടത്തിലാണ്. സെപ്പറേറ്റ് ഒരു മുഴുവൻ സീറ്റും ഓക്യുപ്പൈ ചെയ്തെന്ന് രമ്യ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാണ് പത്തനംതിട്ടയിൽ. മോൾക്ക് ഈ സിനിമയിൽ ഏത് സീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് ഓർക്കുന്നത് പറയാം? അനുഭവിച്ചതിന് കഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കുടിക്കാതെ ജീവിച്ചുകൊണ്ട് ഞാൻ ലാസ്റ്റ് കരയാൻ പോകുന്നത്. പക്ഷെ എത്ര ആൾക്കാരുന്നപ്പോൾ എനിക്ക് വിഷമം. പോളി സിനിമയായിരുന്നു. ലാസ്റ്റ് പാട്ടിന് കുറച്ച് ലാഗായിട്ടുണ്ട്. രണ്ടുപേർക്കും താങ്ക്സ്. നമസ്തേ കൂട്ടുകാർ. ഇന്ന് ഞാൻ ഞങ്ങൾ ഒരു 2 ഫാമിലി, അതായത് ഞാനും എൻ്റെ ഭാര്യ, മകള്, എൻ്റെ അളിയന്, വൈഫ്, കുട്ടികൾ, ഞങ്ങൾ പത്തനംതിട്ട രമ്യ തിയേറ്ററിൽ പോയിരുന്നു. ഈ സിനിമ ആടുജീവിതം എന്ന സിനിമ കണ്ടിരുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതായത് ഈ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്ലസ്സി എന്ന സംവിധായകൻ്റെ സംവിധാന മികവ് ഈ ചിത്രത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം വളരെ അധികം പണിപ്പെട്ട് എടുത്ത ചിത്രം തന്നെയാണെന്ന് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ, പ്രത്യേകിച്ച് മറ്റ് കാരണങ്ങളൊന്നുമില്ല. സിനിമ കണ്ട് അതിൻ്റെ ഓരോ ഷോട്ടുകളും സീനുകളും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതുപോലെ ഈ ചിത്രത്തിലെ ദൃശ്യഭംഗി എന്ന് പറയുന്നത് നമുക്ക് അവകാശപ്പെടാവുന്ന പല ഭാഗങ്ങളും നമ്മൾ കാണുവാൻ ധാരാളം ഉടനീളം കാണുവാൻ സാധിക്കില്ല. കാരണം മണലാരണ്യം ആണ് സെക്കൻഡ് ഹാഫ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രദേശമെന്ന് പറയുന്നത് അയിരൂർ ചെറുകോൽപ്പുഴ ഗ്രാമമാണ്. ആ പമ്പയാറിൻ്റെ തീരത്താണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. പമ്പയാറിലാണ് ഈ ഷൂട്ടിംഗ്, മണൽവാരലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ പ്രദേശമെന്ന് പറയുന്നത് വളരെ മനോഹാരിത നിറഞ്ഞ പ്രദേശമാണെന്ന് എനിക്ക് പോലും ഈ സിനിമ കണ്ടപ്പോൾ അത് വളരെയധികം ഉൾക്കൊള്ളാൻ സാധിച്ചു. അപ്പം മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിന് മിഴിവേകാൻ വേണ്ടി ഒറിജിനൽ സ്കോർ മ്യൂസിക് കൊടുത്ത റഹ്മാൻ സാർ, അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ പശ്ചാത്തല സംഗീതമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മനോഹരമായിട്ട് തോന്നിയത്. പിന്നെ മറ്റ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാം, കഥാപാത്രങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ഒറിജിനൽ ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് അതിന് മിഴിവേകാൻ ആ കഥാപാത്രത്തിന് പൂർണ്ണതയിലെത്തിക്കാൻ പൃഥ്വിരാജ് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തു എന്ന് സിനിമ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകുക തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ആ ശരീരത്തിൻ്റെ ആ ഒരു പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു ലെവലിലേക്ക് ആ ശരീരത്തിനെ കൊണ്ട് എത്തിക്കുവാനും ഒക്കെ പാടുപെട്ട അദ്ദേഹത്തിന് ഒരു നല്ല ഒരു മാർക്ക് തന്നെ കൊടുക്കണം. അത് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അത് മറ്റുള്ളവർ തീരുമാനിക്കട്ടെ. അതിന് ഞാൻ ആളല്ല. കാരണം അദ്ദേഹം ഇത്രയധികം മിനക്കെട്ട ആ ചിത്രം ചെയ്ത് തീർത്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നജീബ് എന്ന് പറയുന്ന ആ ട്രൂ സ്റ്റോറി, അതായത് നജീബ് എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ആയിട്ടാണല്ലോ ഈ കഥ വരുന്നത്. അപ്പം ആറാട്ടുപുഴ മുക്കത്ത്, ആറാട്ടുപുഴ, അതായത് ആലപ്പുഴ ജില്ലയിൽ അവിടെ ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ പല വേദികളിലും ഇപ്പോൾ കാണുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബെന്യാമിൻ കഥ എഴുതുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഥ എഴുതിയപ്പോൾ അതിനകത്തു നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ ഭാഗങ്ങൾ ഈ സിനിമയിൽ എഴുതി ചേർത്തിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ. അത് ബ്ലസ്സിയുടെ കഴിവാണ്. കാരണം അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മണലാരണ്യം കൂടുതലായിട്ട് കാണിക്കുമ്പോൾ ഈ ചിത്രം ഒരു ലാഗിങ് ആയിട്ട് തോന്നും. അതായത് കണ്ടമാനം ചിത്രത്തിനെ കുറിച്ച് വലിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അതിൽ വന്ന ഒരു ഹക്കീം എന്ന കൂട്ടുകാരനായിട്ട് വന്ന ആ കഥാപാത്രം, ആ കൊച്ചു പയ്യൻ, അത് ഗോകുൽ എന്ന പേര് ഉള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒരു പയ്യനാണെന്ന് മനസ്സിലാക്കുന്നു. 23 വയസ്സേ ഉള്ള പയ്യന്
അവൻ്റെ ഭാഗവും അവൻ നന്നായിട്ട് വളരെയധികം മിഴിവോടുകൂടി ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ പശ്ചാത്തലം എന്താണെന്നോ ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറായിരുന്നു ഈ ചിത്രത്തിന്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ ആ ചിത്രത്തിന് കുറച്ച് കൂടുതൽ ഭംഗി വരുവാൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും എൻ്റെ ഈ വിശകലനത്തിന്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ചിത്രം, വളരെ കാലങ്ങൾക്ക് ശേഷം. പിന്നെ ഇത്രയധികം കഷ്ടപ്പാടോടുകൂടി ഈ സിനിമ കോവിഡ് സമയം തൊട്ടിങ്ങോട്ട് കാത്തിരിപ്പാണല്ലോ. അതുപോലെ ഈ സിനിമയിലെ ഇതിൻ്റെ യഥാർത്ഥ കഥാപാത്രം, യഥാർത്ഥ മനുഷ്യൻ നജീബ് എത്രയധികം സർവൈവൽ ഉണ്ടാക്കിയെടുത്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ സൃഷ്ടിയിലും ഇത് പൂർണ്ണതയിലെത്തിക്കുവാൻ, ഈ സിനിമ പൂർണ്ണതയിലെത്തിക്കുവാൻ ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും, ബ്ലസ്സി എടുത്തു പറയേണ്ട അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ. കാരണം ഇത് പലപ്പോഴും ഷൂട്ടിംഗ് മുടങ്ങിക്കിടുന്ന ചിത്രമാണ്. പിന്നെ തിരിച്ചു വരവ് യാഥാർത്ഥ്യമാകുമോ എന്ന് പോലും ചിന്തിച്ച് വ്യാകുലപ്പെട്ട നിമിഷങ്ങളുണ്ടായിരിക്കാം, അതെനിക്കറിയില്ല. എന്തായാലും വളരെ സക്സസ്ഫുള്ളായിട്ട് ആ ചിത്രത്തെ തിയേറ്ററിൽ എത്തിക്കുവാൻ സാധിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. എല്ലാവരും പോയി കാണണം. അഭിപ്രായം ഈ സിനിമയുടെ, കാരണം ഈ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുക്കുമ്പോൾ ഈ ചിത്രത്തിനെ ഒരു വൻ വിജയം ആക്കേണ്ടത് പ്രേക്ഷകരുടെ കടമയാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഈ ചിത്രം കണ്ടതിൽ ധാരാളം, വളരെയധികം ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ചിത്രം എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും പോയി കാണുക എന്ന് എനിക്ക്, എല്ലാവരും തീർച്ചയായിട്ടും കാണും എന്ന് തന്നെ എനിക്കറിയാം. കാരണം എല്ലാവരും ഈ കാത്തിരിപ്പ്, എല്ലാവരും പ്രേക്ഷകരും കാത്തിരിപ്പ് തന്നെയായിരുന്നു ഈ ചിത്രത്തോടൊപ്പം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബ്ലസ്സിക്കും ബ്ലസ്സിയുടെ ഈ ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾക്കും മിഴിവേകിയ എല്ലാ നടന്മാർക്കും, ബ്ലസ്സി ആൻഡ് ക്രൂ എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നന്ദി.